ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2 ആണ്. അപ്പോൾ നമ്മുടെ ഡോഡ്ജ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഈ വണ്ടിയുടെ പേര് ഫ്രീ ഫയർ എന്ന് ഞാൻ അങ്ങിട്ട് അത്രേ ഉള്ളൂ. ഫ്രീ ഫയർ എന്നങ്ങ് ഇട്ട് കൊടുത്ത്. എങ്ങനെയുണ്ട് വണ്ടിയാണ് വെറുതെ. എന്തായാലും നമുക്ക് എന്നിട്ട് ഐശ്വര്യമായിട്ട് വലത് കൈ കൊണ്ട് ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. വണ്ടി പിന്നെ അത്യാവശ്യത്തിന് അപ്ഗ്രേഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്ഗ്രേഡ് ഇപ്പൊ ചത്തേനെ. ഓക്കെ, ഈ വഴി കൂടെ പോകണ്ട. പിന്നെ എൻ്റെ മറ്റേ സസ്പെൻഷൻ പ്രോബ്ലം ഞാൻ എങ്ങനെയൊക്കെയോ ഫിക്സ് ആക്കി കേട്ടോ. മറ്റേ സസ്പെൻഷൻ ചെയ്യുമ്പോൾ മറ്റേ ഇവിടെ ടയർ ചെറുതായിട്ട് കാണത്തില്ലേ, അത് ഞാൻ എങ്ങനെയൊക്കെയോ ഫിക്സ് ചെയ്ത് സെറ്റാക്കി പോണ്ടി. വണ്ടിയുടെ പേരുണ്ട് ഫ്രീ ഫയർ മാക്സ്. അങ്ങനെയാണ്. ഫ്രീ ഫയർ പ്രാന്തന്മാരൊക്കെ ഇത് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വണ്ടി ഒരു ലെവലാണ്. ആരായാലും നോക്കി ഈ വണ്ടി. പിന്നെ ഫ്രണ്ടിൽ ഞാൻ കാർബൺ ഫൈബർ ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇനിയിപ്പോൾ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് റിവേഴ്സ് ആയിരുന്നല്ലേ. ഫോർവേഡ് വണ്ടി എന്തായാലും ഇടിക്കും, അത് ഉറപ്പാ. ലോ വെയ്ഡ് ചെയ്ത് വെച്ചേക്കല്ലേ സസ്പെൻഷൻ. ഓക്കെ, ഇനിയിപ്പോൾ സെറ്റാക്കാം. ഓക്കെ, ലെസ് കബഡി വേഗം പോവാം. ഇതിൽ മറ്റേ ഗ്ലിച്ചില്ല കേട്ടോ. തൊലിച്ച് നല്ല സ്പീഡിൽ പോകണ്ടായിരുന്നു. വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. ഇതൊക്കെ ഞാനാണ് വർക്ക് ചെയ്തത്. നമ്മുടെ സിവിക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി കാർ മാറി. ദിസ് വൺ മാറ്റാ. ഒരു മിനിറ്റ് 1 സെക്കൻഡ്. ഗാരാജ് റൈഡ് കാറ്. ഒരു മിനിറ്റ് ഇവിടെ നിർത്തായിട്ട് ബാക്ക് അടിച്ചിട്ട് റൈഡ് കാറ് എൻ്റെ ഐഡൻറ്റിറ്റി കാറിനെ ഒന്ന് നടുക്കോട്ടിടാനാണ്. അയ്യോ, റിവേഴ്സ് എടുത്തോ. റിവേഴ്സ് എടുത്തോ. റിവേഴ്സ് എടുത്തോ. മതി. റിവേഴ്സ് കുറച്ചും കൂടെ എടുത്തോ. ഓക്കെ, ബാക്ക് വണ്ടി പാർക്ക് ചെയ്ത് നീ ഇപ്പം ആ പുള്ളീനെ വിളിക്കണം. ആ റൈഡ് കാർ ഒരു മിനിറ്റ്. ഞാൻ എങ്ങനെ പാർക്ക് ചെയ്യണമായിരുന്നു കണ്ടോ. ഇങ്ങനെ എടുക്കണം ഈ വണ്ടി. അയ്യോ, ഇത് എൻ്റെ അമ്മ. ഇത് എങ്ങനെയെങ്കിലും എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ, അത് നിങ്ങൾ കണ്ട് വന്നാൽ മതി. ഇങ്ങനെ എടുത്തിട്ട് ഓടിച്ചെടുത്തു. ഓക്കെ. അയ്യേ, ഇത് സൈഡിലോട്ടായി പോയി. ഒന്നുകൂടെ. അതെങ്ങനെ റിവേഴ്സ് പോയേ. നമുക്കിനി ആ പാർക്കിങ്ങിലോട്ട് വന്നിട്ട് ആ പാർക്കിങ്ങിലല്ലേ ഇത് കുറച്ചും കൂടെ കയറ്റിയിട്ട് നിങ്ങൾ ശരിക്കും ഞാൻ അവിടെയാണ് പാർക്ക് ചെയ്യാൻ പോണത്. അല്ല കേട്ടോ, റിവേഴ്സ് എടുത്തു. നേരെ ഒന്നും നോക്കണ്ട. നിർത്തും. മതി. ബാക്ക്. ഇപ്പോഴാണ് റിയൽ പാർക്കിംഗ് ആയത്. എൻ്റെ ഐഡൻറ്റിറ്റി കാർ ഞാൻ നടുക്ക് വെച്ചു. ഓക്കെ,
ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ സിവിക്ക് എടുക്കും, ചിലപ്പോൾ ഓഫ് റോഡാണെങ്കിൽ ഞാൻ ഇതെടുക്കും. അത് കത്തുള്ളൂ. ഈ വണ്ടി ഇഷ്ടപ്പെട്ടോട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ വണ്ടിയുടെ ലുക്കാണ് മെയിൻ. എൻ്റെ അമ്മ, അതാണ് കാണേണ്ടത്. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി ഇപ്പോൾ നെവറിങ്ങല്ല, വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കണം. വല്ലയിടത്തും പോലെ ഇടിക്കാറില്ലേ, അതാണ് എൻ്റെ ഒരു പേടി. വല്ലയിടത്തും ഇടിക്കുമെന്ന്. പെട്ടെന്ന് സ്പോണായി. ഫസ്റ്റ് വേസണ്ട് കളിയാം. അപ്പോൾ റെഡി, 1 2 3 ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ പോവാണ്. എങ്ങനെയെങ്കിലും 02 എടാ ഇപ്പോൾ തന്നെ 200 കടന്ന്. എടാ 200 കടന്നോടെ ഈ വണ്ടി. 241. ഇത്രയും പോലും എൻ്റെ സിവിക്ക് പോലും പോകത്തില്ല. എൻ്റെ അമ്മോ, എൻ്റെ അപ്പല്ലേ ഇവൻ്റെ തല. ഇത് ഫ്രീ ഫയർ കറ്റ്. ഞാൻ സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഈ വണ്ടിയുടെ സംഭവിച്ചിരിക്കുന്നു. അയ്യോ, വണ്ടിക്ക് എന്നാ പറ്റിയാണോ? ഒന്നും പറ്റിയില്ല. അയ്യോ, അതെന്തായിരുന്നത്? വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാലോ. എൻ്റെ അമ്മോൻ്റെ സിവിക്കോലും പോവാത്ത രീതിയിലാണ് ഈ വണ്ടി പോയത്. ആ 0 to 100 എഴുതി കാണിച്ചില്ല. അത്രയും വലിയതല്ല, പക്ഷെ ഒരു വണ്ടി പോലും 0 to ഇങ്ങനെ കയറത്തില്ല. അത് 200 കടക്കുമെന്ന് എൻ്റെ മൈൻഡിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അപ്രീഷിയേറ്റഡ് ഫ്രീ ഫയർ മാത്സ്, അപ്രീഷിയേറ്റഡ്. നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ അമ്മോ, എന്തായാലും പോക്കുപോലെ. ഓ, സ്റ്റോക്കായപ്പോൾ കിട്ടിയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വണ്ടി. ഒരു പേട്ട വണ്ടി പോലെ ആയിരുന്നു. റേറ്റിംഗ് റേസർ. ഓക്കെ, അടിച്ചോ? അടിച്ചൊന്നുമില്ല. ഫസ്റ്റ് പേഴ്സൺ കളിക്കാം. ഫസ്റ്റ് പേഴ്സൺ പ്ലീസ്. ഓക്കെ ഓക്കെ, ഓക്കെ. ഉയ്യോ, മറിഞ്ഞേനുണ്ട്. എന്നാ ചെയ്യാനാ? ഉയ്യോ, ഇടിച്ചില്ലേ? ഓക്കെ, ഓക്കെ. ഈ വഴി കൂടെ പോവാം. ഓക്കെ, പണ്ട് 200 മാത്രമേ ഈ വണ്ടി കിടക്കത്തുള്ളൂ. ഇപ്പോൾ വേണ്ട 300. ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ വണ്ടീനെ. ഞാൻ അപ്രീഷിയേറ്റ്. 200 കടക്കൂന്ന് ഞാൻ മൈൻഡിൽ പോലും വിചാരിച്ചില്ല. ഇത് ആ സ്ഥലമായിരുന്നു. ഞാൻ വെച്ച സ്ഥലം പറയും. ഓക്കെ, ഇപ്പൊ പോയാൽ ഡ്രിഫ്റ്റ് എടുത്ത്. എന്നാൽ ഈ ഏതാ വണ്ടി? ഞാൻ ഒന്ന് സമ്മതിച്ചിരിക്കുന്നു ഈ വണ്ടീനെ. വേറെ ലെവലേറ്റോ. ഈ മുന്നിൽ നിന്ന് കാണുമ്പോൾ പേട്ടാണേലും സൈഡിൽ നിന്ന് കാണുമ്പോൾ തോന്നുന്നു അത് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ രാത്രി ആക്കിയിട്ടൊരു സാധനം കാണിച്ചില്ല. രാത്രി എഫക്ട്സ് ലൈറ്റ്
കസ്റ്റം ആ ഡേ നൈറ്റ് സൈക്കിൾ വേണ്ട. ഒരു മിനിറ്റ്, ഗ്രാഫിക്സ് അല്ല, എഫക്ട്സ്. നൈറ്റായി ഇപ്പം നൈറ്റ് ആവേ. വണ്ടിയുടെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യട്ടെ. ലൈറ്റ് അതാണ്ട്. നീ ഇപ്പോൾ ഇത് ഒന്നും ചെയ്തേ. ഡ്രോണും കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഡ്രോൺ കൊണ്ട് വണ്ടി വേറെ ലെവലല്ലേ. കുറെ ദൂരത്തോട്ട് പോയിക്കേ. വണ്ടി എൻ്റെ മോനെ, ഇതൊക്കെയാണ് ഞാൻ ഫോർമുലയുടെ അത്രയൊക്കെ ഈ വണ്ടിയില്. ഫ്രീ ഫയർ ഒന്നും പറയണില്ല. ഐഡിയുമായി നൈറ്റ് ആക്കിയിട്ട് ഡേ ആക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ആക്കാം. ഡേ നൈറ്റ് സൈക്കിൾ. ഇനിയിപ്പോൾ സിറ്റി വൺ അല്ല, ഒരു മിനിറ്റ്, ഈ വഴി കൂടെ പോയാലോ? ഈ വഴി കൂടെ പോവാ. അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ കൂടെ കയറിക്കൊണ്ട് പോവാം. അതിൽ കൂടെ ഈ വഴി കൂടെ. ഞാൻ മറ്റേ 980 അത്ര കിട്ടിയ വണ്ടീനെ, അങ്ങനെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത്. സമ്മതിച്ചിരിക്കുന്നു ഈ വണ്ടീനൊക്കെ. ഓക്കെ, ഗ്രാഫിക്സ് അല്ല, എഫക്ട്സ് ഡേ ആക്കാം. അവിടെ ലൈറ്റൊക്കെ നോക്കി. എൻ്റെ അമ്മ ഈ വണ്ടിയുടെ സ്പീഡ് കണ്ടിട്ട് ഞാൻ തന്നെ നെട്ടിപ്പോയില്ല. എൻ്റെ തമ്പുരാനെ, ഞാൻ ഏതോ ഒരു വഴി കൂടെ കയറി പോകുന്നു. അയ്യോ, ഞാൻ 6-7 പോവാം. 6-7 അയ്യോ 6-7. നമുക്കെന്തായാലും ഈ വണ്ടി എൻ്റെ, ഞാൻ പറയണില്ല ഈ വണ്ടീനെ, ഒന്നും പറയാനില്ല. ഒരു കുറ്റവും എനിക്ക് പറയാനില്ല. അമ്മാതിരി ഈ വണ്ടി. ഐ ആം അപ്രിഷ്യേറ്റിംഗ്. എൻ്റെ അമ്മോ. അപ്പോൾ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ബൈ.